ത്തിന്റെ അനോമലികൾ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടി ജസ്റ്റിസ് വേലായുധൻ കമ്മീഷൻ നിയമിച്ചു. 1991 ശ്രീ പ്രിയങ്കരനായ ശ്രീ കെ കരുണാകരൻ ആ 4 DARഉം നമുക്ക് തിരികെ തന്നു. നമ്മളൊക്കെ സർവീസിലുണ്ടായിരുന്ന കാലമാണ്. അത് നേടിക്കൊടുത്ത ഈ സംസ്ഥാനത്തെ പെൻഷൻകാർക്കും ജീവനക്കാർക്കും നേടിക്കൊടുത്ത KSSPA എന്ന പ്രസ്ഥാനത്തിന് ആ നേട്ടം മറക്കാൻ കഴിയില്ല. അത് നിങ്ങളുടെ മുന്നിൽ ഇനിയും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം കഴിഞ്ഞ കാലത്തെ അത് നടത്തിയ അനുഭവങ്ങളാണ്. അതുപോലെ 2 DAR ശാപാശ്വാസം DA അനുവദിച്ചത് ഏത് കാലഘട്ടത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. 1986 പ്രിയങ്കരനായ രാഹുൽജി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. 4ാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് ജസ്റ്റിസ് ശ്രീ YB ചവാൻ ധനകാര്യ കമ്മീഷൻ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെയും കൂടെ ആവശ്യം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്തുണയിൽ 4ാം കേന്ദ്ര ശമ്പള കമ്മീഷനാണ് നമുക്ക് വർഷത്തിൽ 2 പ്രാവശ്യം. അതേവരെ നമുക്ക് ഈ സെൻട്രൽ പാരിറ്റി ഇല്ലായിരുന്നു. എൻജിഒ അസോസിയേഷന്റെ പ്രവർത്തകനായിരുന്ന കാലത്ത് KPSCAയുടെയും മറ്റ് അധ്യാപക സംഘടനയുടെയും പ്രവർത്തകർ ചങ്കുപൊട്ടുമാർ ഉച്ചത്തിൽ 10-15 വർഷം വിളിച്ച മുദ്രാവാക്യമാണ് സെൻട്രൽ പാരിറ്റി, കേന്ദ്ര തുല്യത ഉറപ്പുവരുത്തുക. ബഹുമാനീയനായ പ്രിയങ്കരനായ രാഹുൽജി ഡൽഹിയിലിരുന്നു ആ ശബ്ദം കേട്ടു. കേരളത്തിലെയല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും ജീവനക്കാർ ഒരുമിച്ച് ഉയർത്തിയ ശബ്ദം. അങ്ങനെ 1986 രാഹുൽജിയുടെ സർക്കാർ പെൻഷൻ ആ സെൻട്രൽ പാരിറ്റി കേന്ദ്ര തുല്യത പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ആ നിലയിൽ സംസ്ഥാന സർവീസ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും എന്തെങ്കിലും ആനുകൂല്യം ഇന്നേ വരെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇവിടെ UDF സർക്കാരും കോൺഗ്രസ് സർക്കാരും നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ മാത്രമാണ് എന്ന് നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത ബഹുമാനീയരായ എന്റെ സഹോദരിമാരെ വളരെയേറെ സ്നേഹത്തോടെ ആദരവുകളോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നാളുകളിൽ ഒരു നല്ല ദിനങ്ങളാകട്ടെ, ഒരു പുത്തൻ പുലരി, ഒരു പുത്തൻ സൂര്യൻ ഉദിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പ് വരാൻ നമുക്ക് കാത്തിരിക്കാം. അതേവരെ നമുക്ക് ക്ഷമിക്കാം. അതേവരെ തെരുവോരങ്ങളായിരിക്കും നമ്മളുടെ താവളങ്ങൾ. തർക്കമൊന്നുമില്ല. ഈ സമരം കഴിഞ്ഞാൽ അടുത്ത മാസം ഇനി അടുത്ത സമരം വരുന്നുണ്ട്. നമ്മൾ വിശ്രമിക്കാൻ സത്യാഗ്രഹത്തിന് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ പരിപാടി വിജയപ്രദമാക്കി നടക്കുവാൻ അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്ത ഏറെ ബഹുമാന്യനായ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സുന്ദരേട്ടൻ, അതുപോലെ തന്നെ സെക്രട്ടറി, ട്രഷറർ തുടങ്ങിയ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളും നമ്മുടെ ഇതിൽ നിന്ന് വേറിട്ട വ്യത്യാസങ്ങളുമായിട്ടാണ് ഇപ്പം നമ്മൾ എനിക്ക് മുമ്പ് സംസാരിച്ച വേറെ ബഹുമാന്യനായ സാറ് നമ്മളിന്ന് ഉന്നയിച്ച 7 അപാകതകൾ കാണിച്ചുകൊണ്ട് ഇത്തരം പ്രതിപാദിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ തിരിച്ചറിയണം, ആ ഒരു തിരിച്ചറിവിലൂടെ വേണം ഇനി നമ്മളുടെ യാത്ര മുന്നോട്ടേക്ക് നയിക്കുവാൻ. ഭർത്താവിൻ്റെ വിയോഗമാണെങ്കിലും ശരി, മക്കളുടെ വിയോഗമാണെങ്കിലും ശരി, ഇന്ന് സർക്കാർ ഈ മനുഷ്യക്കുരുതി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെയൊക്കെ തിക്താനുഭവവും അതിൻ്റെ എല്ലാ ദുഃഖഭാരവും പേറി മുന്നോട്ട് പോകുന്നത് സ്ത്രീകളാണ്. മാത്രവുമല്ല, ഇന്ന് നമ്മൾ സർക്കാർ ജോലിയിൽ നിന്നും പിരിഞ്ഞ ശേഷം നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ സവിസ്തരം ഇവിടെ ലത്തീഫ് സാർ സംസാരിക്കുകയും അതിൻ്റെ ഒരു ഭാരവുമായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ സ്ത്രീ ശക്തി തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇനി നമ്മൾ വീട്ടിനുള്ളിൽ അടച്ചിരുന്നോ ഈ കിട്ടായ്മയെക്കുറിച്ച് നമ്മൾ
വിളമ്പിക്കൊണ്ടോ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതിശക്തമായിട്ട് തന്നെ ഇതിനെ നേരിടുവാനുള്ള ഒരു ത്രാണി നമ്മൾ ഉടലെടുത്തേ മതിയാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന നേതൃത്വം ഇത്തരമൊരു സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരു ദിവസം പ്രിയപ്പെട്ട സഹോദരന്മാരാണെങ്കിൽ പിറ്റേ ദിവസം സ്ത്രീ പങ്കാളിത്തോടു കൂടിയുള്ള സത്യാഗ്രഹമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്. നമുക്കറിയാം, നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട്. നമ്മളെല്ലാം പഠിക്കുന്ന അവസരത്തിൽ ഒരുപാട് ചരിത്രം പഠിക്കുമ്പോഴേ പല രാജാക്കന്മാരുടെയും ഭരണപരിഷ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനസ്സിൽ നിന്നും മാറാത്ത ഒട്ടനവധി രാജാക്കന്മാരുടെയും ഭരണപരിഷ്കാരങ്ങൾ, ക്രൂരനായ രാജാക്കന്മാരെ കുറിച്ച്, നല്ല നാടിനും ജനങ്ങൾക്കും നന്മ വിതറിക്കൊണ്ട് മുന്നോട്ട് പോയ രാജവംശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ശാപമോക്ഷം കാത്തുകിടക്കുന്ന ഒരു ശിലയാണ് പിണറായി എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, യുദ്ധം ചെയ്തിട്ട് നേടിയെടുത്തതല്ല ഈ വിജയം എന്നുള്ളത്. ഞാൻ ഒരു 9 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കുന്ന അവസരത്തിൽ ദിവസം പ്രതി ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് വരികയാണ്. ഈ സമയത്ത് ഞാൻ കാണുന്ന പോസ്റ്ററുകൾ ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം ഇളനീരും പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സരിതയുടെ ചിത്രമാണ്. അത് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള റോഡുകളുടെ അരികത്ത് ഇത്രയും വലിയ ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് പറയാൻ പറ്റാത്ത അപഖ്യാതികൾ പറഞ്ഞുകൊണ്ട് അധികാരം ഏറ്റെടുത്ത ഈ പിണറായിയെ അതിനെയാണ് ഞാൻ ശാപമോക്ഷം കാത്തുകിടക്കുന്ന ശിലയോട് ഉപമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അത് കിട്ടില്ല ഒരിക്കലും. കാരണം അത്രയും ക്രൂരമായ വഴിയിലൂടെയാണ് അദ്ദേഹം ഈ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത്. ദുഷ്പ്രചരണങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത് എന്നതാണ്. നല്ല മാർഗത്തിലൂടെയല്ല പോയത്. ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ കസേരയിൽ മനസ്സമാധാനത്തോടു കൂടി ഇരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പൊ അടുത്തൊരു സംഭവം ഒന്ന് ഓർത്തു നോക്കൂ. ഒരു മകൻ, അമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ താലോലിക്കാൻ കിട്ടാതെ ഓരോ അമ്പലത്തിലും ഓരോ പള്ളിയിലും എവിടെയാണോ ദൈവം കുടിയിരിക്കുന്നത് അവിടങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ ആ കുഞ്ഞിൻ്റെ കൈയും കാലും വളരുന്നത് നോക്കി വളർത്തിയെടുത്ത് ഒടുവിൽ അവനെ ഒരു നേഴ്സിംഗ് സ്കൂളിൽ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റായി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ കോളേജിലെ സഹപാഠികളായിരിക്കുന്ന കുട്ടികൾ ആ മകനെ കൊണ്ടുപോയി കെട്ടിയിട്ട് ശരീരത്തിൽ മുഴുവൻ മുറിവുകൾ ഉണ്ടാക്കി അവൻ്റെ ദേഹത്ത് ക്രീമൊഴിച്ചുകൊണ്ട് ദാരുണമായ ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്ക്. ഈ ശിലയുടെ ആ നേതൃത്വം കൊടുക്കുന്ന കുട്ടികളാണ് ആ കോളേജിൽ വെച്ച് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഇങ്ങനെ ദാരുണമായ എത്ര കൊലപാതകങ്ങളാണ് നടത്തിയിരിക്കുന്നത്. എത്രയോ നോമ്പ് നോറ്റ് എത്രയോ പ്രാർത്ഥിച്ചിരുത്തിയ ആ കുഞ്ഞിനെയാണ് ഈ മക്കൾ കൊണ്ടുപോയി ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എത്ര കൊലപാതകങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ ഓരോ അമ്മയും, ഞാനും നിങ്ങളും അമ്മമാരാണല്ലോ. നമ്മൾ ഉദ്യോഗസ്ഥകളായിരിക്കും, പെൻഷൻ പറ്റിയവരായിരിക്കും, പക്ഷെ ഈ മേഖലകളിലെല്ലാം കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മളും ഒരമ്മയല്ലേ. എത്ര പുരുഷന്മാരെയാണ് അവര് ഈ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ഭർത്താവല്ലേ അവര്? ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റുമോ?